നമ്പ്യാരുടെ സഹോദരിയുടെ മകളാണ് കുട്ടി അല്ലേ? അതെ. അപ്പോ ആദ്യം ഉണ്ടായിരുന്ന ബന്ധത്തിലെ പാർട്ടി മിശ്രനായിരുന്നോ സ്വജാതിയായിരുന്നോ? ജാതി 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 സ്വന്തം തന്നെ. ഞാൻ പറഞ്ഞില്ലേ ചാണ്ടിച്ചായ, ഉം. ബന്ധം എന്ന് പറയാനൊന്നുമില്ല. ഒരു 4 ദിവസമേ അവന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. രജിസ്റ്റർ മാരേജ് നടക്കുന്നതിന് മുമ്പ് കുട്ടിയെ ഞങ്ങളെ കൊണ്ടുപോന്നു. വേണ്ട, ഒളിക്കണ്ട. വക്കീലിനോടും ഡോക്ടറോടും ദല്ലാളിനോടും ഒന്നും ഒളിച്ചു വെക്കരുതെന്നാണ് പ്രമാണം. 4 ദിവസമല്ല 4 നിമിഷമായാലും പെണ്ണൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നത് തന്നെ ഒരു ബ്ലാക്ക് മാർക്കാ. ഞാൻ ഇത്തരം ചീപ്പ് ഐറ്റംസ് എടുക്കാറില്ല. പിന്നെ നമ്പ്യാരുടെ കേസ് ആയതുകൊണ്ട് ലിസ്റ്റ് കയറ്റുന്നു. ഓക്കെ, പണം മോഹിച്ചല്ലേ? ഇക്കാര്യം ചെറുക്കന്റെ പാർട്ടിക്കാരറിഞ്ഞ എന്റെ കഞ്ഞി പാറ്റ വീഴും. പാർട്ടി പണക്കാരായതുകൊണ്ട് പാറ്റയെ കിട്ടിയില്ലേ പട്ടിയെ തല്ലിക്കൊന്ന് കഞ്ഞിയിലിട്ട് ഇളക്കും, അറിയാവോ? കാര്യങ്ങളുടെ ശരിയായ കിടപ്പ് മനസ്സിലാക്കിയാലേ ചേരുന്ന ഒരു കൊളുത്തിനി കൊണ്ടുവരാൻ പറ്റൂ. സാധാരണ ഒരു വിവാഹം നടത്തും പോലെ അല്ലിത്. സ്വപ്പം അശല കുശലയാണ് നമ്പ്യാരെ. എന്തായാലും കുഴപ്പം വരാത്ത ഒരു ബന്ധം ചാണ്ടിച്ചായം കൊണ്ടു തരണം. അത് ചാണ്ടിച്ചായ മനസ്സ് വെച്ചാലേ നടക്കൂ. 10 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു കേസിന് മനസ്സ് വെച്ചതാ ഇപ്പൊ എന്റെ പെണ്ണും പിള്ളയായിട്ട് വീട്ടിലിരിക്കുന്നത്. അതോടെ ഞാൻ ഈ ഏരിയയിലെ ബിസിനസ് അങ്ങ് നിർത്തി. നഷ്ടം. നാളെ എന്റെ അസിസ്റ്റന്റ് വരും. അവന്റെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും തലക്കുറിയും കൊടുത്തയക്കണം. സപ്പോസ് വന്നില്ലെങ്കിൽ എന്റെ ഇവിടുത്തെ AC ബ്രാഞ്ച് ഓഫീസിൽ ഏൽപ്പിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ? ഇതിരിക്കട്ടെ. ഇതൊക്കെ വഴിയേ മതിയായിരുന്നല്ലോ. ഇറങ്ങട്ടെ. കഴിയുന്നതും വേഗം ഒന്ന് നടത്തി തരണം. ചാണ്ടിച്ചായ കാറി കൊണ്ടുവിടാൻ പറ. പറ്റപ്പള്ളിയിൽ അവസരപ്പെട്ട പുറത്ത് കാത്തിരിപ്പുണ്ട്. എന്താ പറയണ്ടേ? ഇനിയും കാശിനായിരിക്കും നാശം. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. മുതലാളി ഇവിടെ ഇല്ല. ഔസേപ്പേട്ട, ഇത് ഞാനാ, ചാണ്ടിക്കുഞ്ഞ്. പടീറ്റലെ റാഹേലിന്റെ മോനാ. ചേടാ, നീ ഇതങ്ങ് മാറിപ്പോയല്ലോ. കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഇവിടെ ഇല്ലേ? എന്നതാ നിന്റെ പണി? ആൾ കേരള കപ്പിൾ കോംപ്ലക്സിന്റെ MD ആണ് ഞാൻ. ഔസേപ്പേട്ടൻ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. തടിയൊന്നും പണ്ടത്തതിന്റെ പകുതിയില്ല. എന്തുവാ ഇത്? തടി മാത്രല്ലടാ ചാണ്ടി, പഴയ പോലെ ഇപ്പൊ ഒന്നുമില്ല. പിന്നെ നമുക്ക് എവിടെങ്കിലും പോലും സ്വസ്ഥമായിട്ട് സംസാരിക്കാം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്നേ, എന്റെ വളർച്ചയെ കുറിച്ച്. ചുരുക്കി പറഞ്ഞാൽ മഹാരാഷ്ട്ര വെച്ചാ ഞാനൊന്ന് പച്ച പിടിച്ചത്. പിന്നെ ഇങ്ങോട്ടേക്കും പോന്നു. ഈ ബിസിനസ് തുടങ്ങി. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ നാണല്ലോ. ചിട്ടിക്കമ്പനി പൊളിഞ്ഞതിന്റെ തൊട്ട വയനാട്ട് വെച്ച് ലോറി മറിഞ്ഞ് 2 ആൾ തീർന്നത്. അതിന്റെ കേസ് ഒതുക്കാൻ ചെലവായ കാശിന് കണക്കില്ല. ഇപ്പൊ പിന്നെ ആ ടയറിന്റെ ഒരു ഏർപ്പാടുള്ളത് കൊണ്ട് അഷ്ടിപിഷ്ടി കഴിഞ്ഞു കൂടുന്നു. ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും. ഇനിയും ഉണ്ടല്ലോ ഒരു കയറ്റം. ജോർജ് കുട്ടി അവൻ മിടുക്കനാ. പഠിത്തം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാറായില്ലേ? ഒക്കെ ശരിയാവും. കർത്താവിന് നിരക്കാത്ത നേരും നെറിയും കെട്ടി ജീവിച്ച ആളല്ലല്ലോ ഔസേപ്പേട്ടൻ. പഠിപ്പും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ജോലിയും കൊണ്ടാരും കാത്തു നിൽക്കണില്ലല്ലോ. 10 പുത്തൻ കയ്യിലുണ്ടെങ്കിൽ ജോലിക്കാണോ ഇവിടെ പ്രയാസം? കേളിഫിക്കേഷൻ ആർക്ക് വേണം? പണത്തിന് മേൽ പരുന്തും പറക്കുകയല്ല. പണമില്ലാത്തവൻ പിണമാണ് ഔസേപ്പേട്ട. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം. വലിയൊരു സംഖ്യ വേണ്ടോ എനിക്ക് നേരെ ചൊവ്വി എന്ന് ശ്വാസം വിടാൻ? അത് പോട്ടെ. നീ വലിയിടത്തെ കല്യാണങ്ങൾ മാത്രമേ നടത്താറുള്ളൂ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്റെ വീട്ടിലുണ്ട് പ്രായമായ പെൺപിള്ളേരെ. നീയാകുമ്പോ സ്വന്തം കാര്യം പോലെ നോക്കി നടത്തിത്തരുമല്ലോ എന്ന് കരുതിയാ. അതിനെപ്പറ്റി ഔസേപ്പേട്ടൻ പേടിക്കണ്ടെന്നേ. ഞാൻ നമ്പ്യാരെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ പോയതാ. അങ്ങേരവിടെ ഇല്ല. അങ്ങേരവിടെ ഉണ്ട്. കാണാൻ സാധിക്കില്ലെന്ന് എന്റെ മുമ്പിൽ വെച്ചാ പറഞ്ഞേ. അവസാന വഴിയായിരുന്നത്, അത് പറഞ്ഞു. ഒന്നടയുമ്പോ മറ്റൊന്ന് തുറക്കും. കർത്താവ് പറഞ്ഞിട്ടില്ലയോ, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന്? ഇത് വാങ്ങണം, ഇത് വാങ്ങണം. ഞാനില്ലേ തരുന്നേ? ചാണ്ടിയല്ലോ തരുന്നേ, വാങ്ങണം. നിനക്കിത് തിരികെ തരണമെങ്കിൽ ഞാൻ ചോദിച്ചില്ലല്ലോ. ഇന്നും വയറ് വിശക്കുമ്പോ ഞാൻ ഔസേപ്പേട്ടനെ ഓർക്കും. ഒരുപാട് ചോറ് ഞാൻ അവിടെ തിന്നിട്ടുള്ളതാ. ഇത് എന്നായിരിപ്പാ? റെഡി ആയില്ലയോ? ഞാൻ റേഷൻ കട മാത്യൂസിന്റെ കാറ് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക. ഡീസൽ ഓടിച്ച് ഡ്രൈവർ ഇപ്പൊ ഇങ്ങെത്തും. അത് ശരിയാകുമല്ല. എന്റെ ഈശോയെ, എന്നാ പറ്റി? ജോർജ് കുട്ടി എന്തിയേ, വന്നില്ലയോ? അതാ പറഞ്ഞത് ശരിയാകുമല്ലെന്ന്. അവൻ ഇഷ്ടമല്ല. ഇഷ്ടമാണോ ഇല്ലയോ എന്ന് അറിയാൻ അവൻ പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ. അതല്ലടോ, നേർവഴി അല്ലാത്തൊരു ഏർപ്പാടിന് അവൻ ഇല്ലാന്ന് പറയുമ്പോ ഞാൻ എന്ത് ചെയ്യും? ഇത് എന്നതാ ഔസേപ്പേട്ടാ? നേർവഴിക്കല്ലാതെ ഇന്നടത്തൊരു പെണ്ണുണ്ട്, നീ അടിച്ചോണ്ട് പോരെ നമ്മളാരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. പറഞ്ഞോ നടത്തിയേ? അതല്ല, ഇക്കാര്യത്തിൽ അവന്റെ അഭിപ്രായം കൂടി ചോദിക്കുന്നതല്ലേ നല്ലത്.
അത് പെണ്ണിന്റെ കാര്യത്തിൽ അവൻ അഭിപ്രായം പറഞ്ഞാൽ മതി. ഇത് നമ്മൾ കാർന്നോമാരൊക്കെ കൂടി തീരുമാനിക്കേണ്ടതാ. അല്ല, അവൻ പറയുന്നത് ആ. നമ്മൾ ഈ ഇല്ലാത്ത പെരുമ പറഞ്ഞ് ഇതങ്ങ് നടത്തിയാല് നാളെ അവര് കാര്യങ്ങൾ അറിയുമ്പോ അവസരപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിപ്പോ നാളെ അറിയുവോ അറിയാതിരിക്കോ ചെയ്യട്ടെ, എന്തായിരുന്നാലും അതിന്റെ കൊസറാക്കുള്ള മുഴുവൻ എന്റെ നേർക്കാണല്ലോ വരുന്നേ. ഞാൻ സഹിച്ചു. ആ പെണ്ണിനെ പട്ടിണിക്കിടാതെ നോക്കാനുള്ള ഒരു ജോലി അവന് നാളെ കിട്ടും. അവരത് നോക്കിയാൽ മതി. ജോർജ് കുട്ടിയെ കണ്ട് കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അല്ല അത് ഇനി എന്തോന്നരാ അത്? ജോർജ് കുട്ടി ഞാൻ കണ്ടോളാന്ന് പറഞ്ഞില്ലേ? വേഗം ഒന്ന് റെഡിയായിക്കേ. പറഞ്ഞ സമയത്തിനോടെ ചെന്നില്ലെങ്കിലേ അങ്ങനെ ഒരു വെപ്രാളം കാട്ടും. ആര്? ആ ഇട്ടിച്ചനെ. ആരാ? വൈലിയാന്നേ, അതെല്ലാം അച്ഛനായരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ വരുന്നു. ഒരു ചടങ്ങൊക്കെ നടക്കുമ്പോ ഇടവകയിലെ അച്ഛനെയും കരപ്രമാണിമാരെയും ഒക്കെ ക്ഷണിച്ചു വരുത്തുക എന്നൊരു നാട്ടു നടപ്പൊക്കെ ഇല്ലയോ ഇട്ടിച്ചായ? എന്നാത്തിനാണെന്നേ, നമ്മുടെ കുടുംബകാര്യം നമ്മൾ തീരുമാനിക്കുന്നതൊക്കെ അങ്ങ് നടത്തുക എന്നല്ലാണ്ട് കരക്കാരുടെ അഭിപ്രായം ചോദിക്കുന്ന പതിവൊന്നും എനിക്കില്ല. ഞാൻ ഒരുത്തന്റെയും കാര്യം തലയിടാൻ പോകുന്നില്ല. അതുപോലെ ആരും ഇങ്ങോട്ടും പറയണ്ട. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. അതാ അതിന്റെ അന്തസ്സെന്ന് പറയുമായിരുന്നു. ഇവിടെ ഇട്ടിച്ചനും കുടുംബം അല്ലാതെ പിന്നെ നാട്ടുകാരെ കയറി താമസിപ്പിക്കുവോ? ഇവിടെ കെട്ടിച്ചയച്ച എന്റെ 2 പെങ്ങന്മാരുണ്ട്. അവരുടെ കെട്ടിയവന്മാര് കൃഷിപ്പണിയും തോട്ടപ്പണിയൊക്കെ ആയിട്ട് ആലപ്പുഴയിൽ ഇടുക്കിയിലൊക്കെയാ. നല്ല ഇണക്കവും ചേർച്ചയും ഉള്ള കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ദേ കണ്ടില്ലയോ? ഔസേപ്പച്ചന് പ്രധാനമായിട്ട് എന്നാ ബിസിനസ്സാ? ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ടയറിന്റെ ടയർ കമ്പനി. ഈ ഡൺലിപ്പ്, മോഴ്സി, ബോഫേഴ്സ് എന്നിങ്ങനെ. ഇവരൊക്കെ ബോംബെ പഴച്ചു പോണത് തന്നെ ഔസേപ്പേട്ട ഒരാളെ ടയറുമായിട്ട് കേരളത്തിൽ ഇരിക്കണോണ്ടല്ലേ. ഈ തോട്ടം എന്ന് പറയുമ്പോ വീടിന് ചുറ്റും കാണുന്ന 4, 3, 7 റബ്ബറേ ഉള്ളോ അതോ? അല്ല, ഇതിലെ മേലോട്ട് കയറിയ ഒരു 10-100 ഏക്കറുണ്ട്. അതെന്റെ വകയാ. വയനാട്ടിലേതാണ്ട് കുറച്ച് ഭൂമിയുണ്ടല്ലേ? വയനാട്ടിലോ? അതെ. വയനാടെന്ന് പറഞ്ഞാൽ യഥാർത്ഥ വയനാടല്ല, തമിഴ്നാട് ബോർഡറാ, ഔറംഗാബാദ്. അവിടെ മുഴുവൻ കാപ്പിയാ. കാപ്പിക്കിപ്പോ നല്ല വില അല്ലയോ? പിന്നെ അല്ലയോ, തേയിലേക്കാൾ കൂടുതലാ. യുദ്ധം തുടങ്ങിയ പിന്നെ കാപ്പിക്കാ കേറിയത്. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഈ അച്ചപ്പം അസലായിരിക്കുന്നു. ഞാനുണ്ടാക്കിയതാ. ചെറുക്കന്റെ താഴെയുള്ള പെമ്പിള്ളാർക്ക് ആലോചനയൊന്നും ആയില്ലയോ? ഇവിടത്തെ കാര്യം പറഞ്ഞ പോലെ അത് വല്ലിടത്തു നിന്നൊക്കെയാ ഞാൻ ആലോചനകൾ കൊണ്ടുവന്നേ. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, IAS-കാര്, IFS-കാര്, PSP-കാര്. ഔസേപ്പേട്ടനും ചേട്ടത്തേക്കും പിള്ളേരെ പിരിഞ്ഞിരിക്കാൻ മേല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. കെട്ടിപ്പിടിച്ചോണ്ടങ്ങ് ഇരിക്കുക. ജോർജ് കുട്ടിയുടെ ഫോട്ടോ ഒന്നും കൊണ്ടുവന്നില്ലയോ? എന്റെ കർത്താവേ, ഞാൻ അക്കാര്യം മരിച്ചതുപോലെ അങ്ങ് മറന്നു. അല്ല തന്നെ ഇനിയിപ്പോ ഫോട്ടോ എന്നാത്തിനാ? ജോർജ് കുട്ടിയെ തന്നെ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. അവര് തമ്മിലൊന്ന് കാണണ്ടായോ? പറഞ്ഞ പോലെ അതിനി എന്നാ? ഇടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ വരാവേ. പുള്ളിക്കാരത്തി കൂടി വിളിക്കേ. ഏലമോ, മുമ്പുണ്ടായ ഒരു അനുഭവം ഓർമ്മയുണ്ടല്ലോ. ഇട്ടിച്ചന്റെ ശത്രുക്കൾ ആരെങ്കിലും പറഞ്ഞാൽ ഇതിനിട്ടും കോല് വെക്കും. ഔസേപ്പേട്ടൻ പൂച്ചയെ പോലിരിക്കുന്ന കാര്യമാക്കണ്ട. പറ്റത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഇളകത്തില്ല, അനങ്ങാ പറയാ. അതുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ വെച്ച് നടത്തുന്നതിന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ എവിടെ വെച്ച് നടത്താനാ? അത് ആലോചിക്കേ. നമുക്ക് നമ്മുടെ ബിയാട്രീസിന്റെ കൂടെ വെച്ചായാലോ? അത് ശരിയാ. എന്റെ വകയിലൊരു പെങ്ങളാ. എന്തായാലും ഡേറ്റ് ഇങ്ങോട്ട് പറഞ്ഞു. ആ ദിവസം ഞാൻ ജോർജ് കുട്ടിയെ കൊണ്ടുവരാം. ജോർജ് കുട്ടി, ഇത് എന്തൊരു കഷ്ടവാ. തള്ള ചൊല്ലാവാവൽ തലയിഴുക്കനാൻ പാടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു എന്ന് വെച്ച് കർത്താവ് എന്നെ 7-ാം നരകത്തിലും തള്ളി ഇടൂല ജോർജ് കുട്ടിയെ. എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എല്ലാ കാലം അവർ അറിയില്ലെന്നാണ് ചാണ്ടിച്ച വിശ്വസിക്കുന്നത്. വിശ്വാസം രക്ഷിക്കും. സാധാരണ കല്യാണം പോലെ അല്ലത്. ഇതെന്നെ ആണും പെണ്ണും തമ്മിലല്ലേ? നിനക്ക് പെണ്ണിനെ പോയിന്ന് കാണാവോ? നിന്നെയും കൂട്ടി ചെല്ലാവുന്നതിന് ഇട്ടിച്ചന് വാക്ക് കൊടുത്തിരിക്കുക. പെണ്ണിനെ പോയിന്ന് കാണുന്നതിന് വിരോധം ഉണ്ടോ? എന്താ കാണാത്തത്? മണി 10 ആവുന്നുള്ളൂ. എന്താടി കാണാൻ അത്രയ്ക്കങ്ങ് കൊതിയായോ? അതല്ല, ഫോട്ടോ ഓടി കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ ഇരിക്കോ എന്തോ. നല്ല കറുപ്പാന്നാ കേട്ടത്. പിന്നെ എല്ലിച്ച ശരീരവും 1-2 പല്ലും പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യേ, എങ്കിലിങ്ങ് വന്നേച്ചാ മതി. ഓടിക്കും ഞാൻ. ദേ ഇട്ടിച്ചായം വാക്കുകൊടുത്തതാ. എന്നാ പിന്നെ അപ്പച്ചനങ്ങ് കെട്ടിക്കൊണ്ടാ മതി.
നീ പേടിക്കണ്ടടി, നോക്കിക്കോ, നല്ല സുന്ദരനായിരിക്കും. നിനക്കൊത്ത ചേർച്ചയായിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നത്. ജോർജുട്ടി, ആ ഓഫീസ് റൂമിൽ വെയിറ്റ് ചെയ്യുന്ന അവര് പറഞ്ഞേ. ചാണ്ടിച്ച പറ്റുന്നില്ലേ? എന്നാത്തിനാ നീ പെണ്ണുമായിട്ട് സംസാരിക്കുന്നിടത്ത് ഞാൻ നോക്കൂത്തി ആവണോ? പിന്നൊരു കാര്യം, കർത്താവിന് ഓർത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വിളമ്പി കുട്ടിച്ചോറാക്കല്ലേ. ആ, എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? എന്റെ കർത്താവേ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നാൽ ഞാൻ എടപ്പള്ളി പുണ്യാളന് 100 മെഴുകുതിരി കത്തിച്ചോളാവേ. ഈശോയേ. ജോർജുട്ടിയല്ലേ? അതെ. പേടിക്കണ്ട, ഞാനല്ല, ആളിതാ. ഞാൻ ഇവളുടെ കുഞ്ഞമ്മയാ. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. വരൂ. ഇരിക്കൂ. ഇരുന്നില്ല. ആലീസ് എവിടെയാ പഠിച്ചത്? ന്യൂ വിക്ടറിയില്. അതെവിടെയാ? അത് ഞങ്ങളുടെ അപ്പച്ചന്റെ റബ്ബർ കടയുടെ മുകളിലാ. പാരലൽ കോളേജ് ആണല്ലേ? അതെന്താ വേറെ നല്ല കോളേജിലൊന്നും പോകാണ്ടിരുന്നത്? SSLC പാസ്സാവണ്ട എങ്ങനെയാ കോളേജിൽ പോണത്? SLC പാസ്സായിട്ടില്ല? 3-4 വട്ടം നോക്കി, ഒരു ഗ്രൂപ്പാ കിട്ടിയത്. പിന്നെ അപ്പച്ചൻ പറഞ്ഞു നിർത്തി വീട്ടിലിരിക്കാൻ. ഇപ്പൊ എന്താ ചിന്തിക്കുന്നത് ഞാൻ പറയട്ടെ? എന്താ? ഈ പഠിപ്പില്ലാത്ത പട്ടിക്കാട്ടുകാരി പെണ്ണിനെയാണല്ലോ കർത്താവെ എന്നോട് കെട്ടാൻ പറഞ്ഞേ എന്നല്ലേ? ഹേയ്, അതിന് മാത്രം എനിക്കെന്ത് യോഗ്യതയുള്ളു? എഞ്ചിനീയർ അല്ലേ? ആലീസ്, നീ വിവാഹം ഇഷ്ടമാണോ? അതായത് എന്നെ പോലെ ഒരാളെ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നത്. എന്നെ കുറിച്ച് കൂടുതലായിട്ട് ആലീസിന് അറിയണമെന്നില്ലേ? ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ജീവിതാവസാനം വരെ തുടരേണ്ട ഒരു ബന്ധത്തിന്റെ ആരംഭം കുറിക്കില്ല. അപ്പോ വളരെ ആലോചിച്ച് നമ്മളൊരു തീരുമാനം എടുക്കാവൂ, അല്ലെങ്കിൽ പിന്നീട് പ്രയാസപ്പെടേണ്ടി വരും. എന്റെ അവസ്ഥ, ഞാനിപ്പോ ഒരു ബിഗ് സീറോയില നിൽക്കുന്നു. എന്റെ കൂടെ ജീവിക്കാന്നൊക്കെ പറയുമ്പോ ആലീസ് ഓർക്കേണ്ടത് ഈ സീറോയിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആലീസ് ഇതുവരെ പരിചയപ്പെട്ടൊരു ജീവിതമൊന്നും ആയിരിക്കില്ല അത്. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിറഞ്ഞൊരു വഴി. അതിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത്. ഏയ്, എനിക്കിഷ്ടാണ്. എന്ത്? ഞാനിതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു. ഈ മീശ കുറച്ചുകൂടെ കട്ടിക്ക് വെക്കായിരുന്നു. കണ്ണ് വളരെ ചെറുതായി പോയി. ഇത്തിരി ഇവിടെ വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ തനി സണ്ണിക്കുട്ടിച്ചാൻ തന്നെ. അതാരാ? കരളിന്റെ കാതൽ. ഏ? കതിരിലെയാ? വെറുതെ അല്ല SLC പാസ്സാവണ്ടിരുന്നത്. എന്നാ പറഞ്ഞേ? ഞാനൊന്നും ഇല്ലാത്തൊരു പാവ. എന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ പാവത്തര എനിക്കിഷ്ടായത്. അതല്ല, അല്ല, ലാ, 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 ലാ.
പെണ്ണെ കിടക്കുന്നേ? ഈ കഥാമാസ്യ വായനയൊക്കെ നിർത്തി അടുക്കളപ്പണി വല്ലതും ചെയ്ത് പഠിക്കാൻ നോക്ക്. നാളെ പുറത്തൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടതാ. എണീക്കടി. അധ്വാനിക്കേ സഹോദര, അധ്വാനിക്കേ. കൂലി മേടിക്കുന്നതല്ലേ. ആ വേഗമാകട്ടെ. ഹലോ, വരണം. ഞാൻ കുഞ്ചറിയ. ചീരങ്കണ്ടത്ത് ഇട്ടിയച്ചെന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്റെ അളിയനാ. ഈ പറ്റപ്പള്ളി ഔസേപ്പച്ചന്റെ വീട് എവിടെയാ? പിന്നെ നമ്മള് ആരാ? ഓ, അത് പറയാൻ മറന്നല്ലോ. ഞാൻ 2 ചുണ്ടൻ വളത്തിന്റെ ക്യാപ്റ്റനാ. 3 വർഷമായിട്ട് അമരത്തിലാ. ഈ ഔസേപ്പച്ചന്റെ വീട് എവിടെയാ? ഇവിടുന്ന് നേരെ പോയാൽ ജംഗ്ഷനാ. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് പോയ ഔസേപ്പച്ചന്റെ വീടായി. ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് പോയാ. ഔസേപ്പച്ചനെ കാണാനാണോ? എന്താ കാര്യം? ആലീസ്, ഒരു കല്യാണാലോചന. അവരുടെ ചുറ്റുപാടൊക്കെ ഒന്ന് അറിയണം. ചുറ്റുപാടൊക്കെ നല്ല ക്ലീനാ. വന്നാ ഞാൻ കാണിച്ചുതരാം. സാർ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ. പുന്നമടക്കായലിൽ വള്ളം കളിക്ക് വന്നായിരുന്നു. വന്നിരുന്നു, കാണാനല്ല. പൊട്ടക്കുളം ചുണ്ടന്റെ അമരത്തിൽ ഞാനായിരുന്നു. വിരിഞ്ഞ മാറും കാണിച്ച് തലയിൽ ഒരു കെട്ടും കെട്ടിയുള്ള നിപ്പി ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അത് എനിക്ക് മാത്രമല്ല, ആലപ്പുഴ വാർഡിലുള്ള ജനങ്ങൾ മുഴുവൻ ഓർമ്മിക്കുന്ന നിപ്പായിരുന്നു ആ നിപ്പ്. നമുക്ക് എവിടെങ്കിലും പോയി നിക്കാം, കഴിക്കാം. ഇവിടെ അടുത്ത് കിട്ടൂ? നല്ല സ്വയംഭം സാധനം കിട്ടും. കോഴിയുടെ പെട്ടി വറുത്ത് കിട്ടുമോ? കോഴിയുടെ പെട്ടിയല്ല, മരപ്പെട്ടി വറുത്ത വരെ കിട്ടും. ചേട്ടൻ കഴിക്കട്ടെ. അയ്യോ, ആലീസിന്റെ ചേട്ടൻ എന്തിന് പേടിക്കുന്നു? നാളെ വള്ളം കളി. ആട്ടോ വിട്ടോ. ചേട്ടൻ വേണം പോയി. പറഞ്ഞതുണ്ടല്ലോ. ഉണ്ട്. എന്നാ ഇനി കാപ്പ് കുടിക്കാം. ചേട്ടത്ത് വന്നാട്ടെ. ഓ, മനസമാധാനമായി. നല്ല വിശപ്പില്ല, എന്നാലും കഴിക്കാം അല്ലയോ? ഔസേപ്പേട്ടോ, സന്തോഷമായില്ലയോ? ഞങ്ങള് പോണോ നിക്കണോ? നമ്മുടെ മലഞ്ചരക്ക് കുഞ്ഞിപ്പാലിച്ചേട്ടന്റെ അടുത്ത് വരുന്ന ആളാ. ഒരെഴുത്ത് തന്നയച്ചിട്ടുണ്ട്. കത്ത് കിട്ടി. വരാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്. അതിരിക്കട്ടെ. നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് മോൾക്കൊരു ആലോചന വന്നപ്പോൾ ഒന്ന് വിവരമറിയിക്കാമായിരുന്നു. കടം കൊണ്ട് മുടിഞ്ഞ് ദീപാവളി വിളിച്ച പറ്റപ്പള്ളിയിൽ ഔസേപ്പിന്റെ മകനെ കിട്ടിയുള്ള മോൾക്ക് ആലോചിക്കാൻ. ചെറുക്കന്റെ പഠിപ്പ് മാത്രമേ നോക്കിയുള്ളൂ. വീടും സ്വത്തൊന്നും കാര്യമാക്കുന്നില്ലെങ്കിൽ നല്ല കാര്യം തന്നെ. അതല്ല, ഒരു അബദ്ധത്തിൽ പെട്ടുപോയതാണെങ്കിൽ വേണ്ടത് ചെയ്യുക. ഈ എഴുത്ത് അവിടെ എത്താൻ വൈകിയില്ല എന്ന വിശ്വാസത്തോടെ സ്വന്തം കുഞ്ഞിപ്പാലും. താൻ വയ്ക്കോ, കുഞ്ഞിപ്പാലിനെ കണ്ടോളാൻ പറ. ഏലമ്മേ, ഏലമ്മേ, എടി ഏലമ്മേ. എല്ലാ എന്തേടി അവനെ എന്നിട്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞ് വെളുപ്പിനെ പോയതല്ലേ? പട്ടി, അവനെന്റെ വീട്ടിൽ കാലെടുത്ത് വെച്ചത് ഞാൻ കേൾക്കരുത്. ഇതെന്നാ പറ്റി? എന്നാ പറ്റിയെന്നോ വായിച്ചു നോക്കടി. നാടകം കളിക്കുകയാണല്ലേ? ഞാൻ ട്രൂപ്പിലൊന്നും ഇല്ലായിരുന്നല്ലോ. ആ പട്ടി കഴിവേറി. കാശിന് ഗതിയില്ലാത്തൊരു ചെറ്റ പട്ടിയുടെ മോനെ കൊണ്ട് എന്റെ മോളെ കെട്ടിച്ചെന്നെ വെട്ടിലാക്കാൻ നോക്കായിരുന്നല്ലേ? വെട്ടി അരിഞ്ഞ് നിന്നെ ഈ പറമ്പനകത്ത് ഞാൻ കുഴിച്ചു മൂടും. പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരു എഞ്ചിനീയറെ തന്നെ കൊണ്ടുവരണമെന്ന് ഇട്ടിച്ചായ എന്റെ ഇന്ന് ബ്രോക്കർ പണം വാങ്ങിച്ചിട്ട് നീ എന്നെ ചതിച്ചല്ലോ. കെട്ടുകാരത്താ ഞാൻ ഒരുക്കുക. വിട്ടിയായതുകൊണ്ടല്ല, അഭിമാനത്തോടെ ഇത്രയും കാലം ജീവിച്ചു പോയി. അതുകൊണ്ടാ. തനിക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാകില്ല. അങ്ങനെ നാണം ഉള്ളവനല്ലേ നാണക്കേടെന്താണെന്നറിയൂ ഇല്ലടോ? പക്ഷെ ഒരു കാര്യം, അതോടെ എല്ലാം തീർന്ന് കരുതിക്കോണം. പിന്നെ ബന്ധോ സ്വന്തം ഒന്നും പറഞ്ഞ് ഒരു ചേറ്റയും ഇതിനകത്തോട് കയറി വന്നേക്കരുത്. ഇവിടുന്ന് ആരും അങ്ങോട്ടും വരികയില്ല. പെണ്ണിനെ ചെറുക്കന്റെ വീട്ടിലേക്ക് അയക്കുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട.
രണ്ടും എന്റെ കൂടെ ഇവിടെ താമസിക്കും. ഇതിനെല്ലാം സമ്മതമാണെങ്കിൽ കെട്ടുകിടത്താം.